عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحابه الفائزين برضا الله أما بعد. വേദിയിലെ സമാദരണീയരായ നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാർ, നവോത്ഥാനം പ്രവാചക മാതൃകയാണ് എന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയം മുന്നിൽ വെച്ചുകൊണ്ടാണ് കേരള ദഅവത്തുൽ മുജാഹിദീൻ്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം വളരെ ശ്രദ്ധേയമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഒരു സന്ദർഭമാണ്. നവോത്ഥാനം വക്രീകരിക്കപ്പെടുകയും അതിൻ്റെ അവകാശികളെയും പാരമ്പര്യങ്ങളെയും തമസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഒരു നൂറ്റാണ്ട് പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തെ പോലത്തെ ഒരു സംഘടന ഏറെ അനിവാര്യമായും വിശദീകരിക്കേണ്ട ഒരു പ്രമേയമാണ് ഈ ക്യാമ്പയിൻ തലക്കെട്ടായി, തലവാചകമായി നാം സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഈ സമൂഹത്തിനോട് പറയുന്ന നവോത്ഥാനം എന്ന് പറയുന്നത് വർത്തമാന ലോകത്ത് പരിചയമില്ലാത്ത, വർത്തമാന ലോകം മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്ന, പരിഹാസത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെയും ഒരു പ്രവർത്തനത്തെയും സംബന്ധിച്ചാണ്. സമകാലിക സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു മുസ്ലിം നാമധാരിയുടെ, മുസ്ലിം സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏത് പ്രവർത്തനത്തെയും പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് 6-ാം നൂറ്റാണ്ടിലെ സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ ഈ നാടിനോട് പറയുന്നത് 6-ാം നൂറ്റാണ്ടിൽ പ്രതിനിധാനം ചെയ്ത ഒരു പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ചും ആ പ്രത്യയശാസ്ത്രം പ്രബോധനം ചെയ്ത ഒരു പ്രവാചകനും സൃഷ്ടിച്ച നവോത്ഥാനത്തെക്കുറിച്ചാണ്. സ്വാഭാവികമായും ആധുനിക ലോകത്ത്, വർത്തമാന ലോകത്ത് നാം ഈ വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ കൗതുകത്തോടെ കേൾക്കുന്നവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരും പരിഹാസത്തോടു കൂടി തള്ളിക്കളയുന്നവരും നമുക്കിടയിലുണ്ട്. അതിൻ്റെ കാരണം വർത്തമാന ലോകത്തിന് നവോത്ഥാനം എന്ന് പറയുന്ന ഒരു പദം പരിചയമുണ്ടാകുന്നത് തന്നെ 18-ാം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. 18-ാം നൂറ്റാണ്ടിന് മുമ്പ് റിനൈസൻസ്, നവോത്ഥാനം എന്ന് പറയുന്ന ഒരു പദം പരിചയമില്ലാത്ത ഒരു കാലമായിരുന്നു. ലോകത്ത് നടന്ന ഏത് നവോത്ഥാന പരിശ്രമങ്ങളുടെയും തുടക്കമെന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന, അവസാനത്തിൽ നടക്കുന്ന ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടിയാണ്. ഫ്രാൻസ് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ മൂത്ത പുത്രി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സഭയായിരുന്നു അവിടുത്തെ ഭരണാധികാരികളെ തീരുമാനിച്ചിരുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അനന്തരഫലമായി കൊണ്ടാണ് വർത്തമാന ലോകം നവോത്ഥാനത്തെയും, നവോത്ഥാന പരിശ്രമങ്ങളെയും, നവോത്ഥാന പാരമ്പര്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുന്നത്. 3 വിഭാഗം ആളുകളാണ് ഫ്രാൻസിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ വിഭാഗം പ്രഭുക്കളെന്നും, രണ്ടാമത്തെ വിഭാഗം പുരോഹിതന്മാർ എന്നും, മൂന്നാമത്തെ വിഭാഗം സാധാരണക്കാരുമായ ജനങ്ങളായിരുന്നു. ലോകത്ത്, വർത്തമാന ലോകത്ത് നടക്കുന്ന നവോത്ഥാന പ്രവർത്തനങ്ങളെല്ലാം അതത് കാലഘട്ടങ്ങളിലെ മതവിശ്വാസങ്ങൾക്കും ആ മതവിശ്വാസങ്ങളിലെ ജീർണതകൾക്കുമെതിരായിരുന്നു. സഭയായിരുന്നു അവിടുത്തെ ഭരണാധികാരികളെ തീരുമാനിച്ചിരുന്നത്. ഫ്രാൻസിന്റെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ മൂത്ത പുത്രന്മാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ചേർന്ന്
സാധാരണക്കാരുടെ ജീവിത നിലവാരങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും തല്ലിത്തകർത്തതിന്റെ പ്രതിഷേധമായി കൊണ്ടാണ് 1789 ജൂലൈ 14 ഫ്രാൻസിലെ ഏറ്റവും വലിയ ജയിലെന്നറിയപ്പെടുന്ന ബാസ്റ്റിൽ കോട്ടയിലേക്ക് ഒരു സംഘം ആളുകൾ ഇരച്ചു കയറുന്നത്. 10 കൊല്ലമാണ് ഫ്രഞ്ച് വിപ്ലവം നീണ്ടു നിൽക്കുന്നത്. രാഷ്ട്രീയ അരാജകത്വ കലാപമെന്ന് ചരിത്രം വിലയിരുത്തുന്നുണ്ടെങ്കിലും കത്തോലിക്ക സഭയുടെ ജീർണതകൾക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അവിടെയുള്ള ആ ജയിലിൽ നിന്ന് കുറ്റവാളികളെ തുറന്നുവിടുകയും ജയിലുദ്യോഗസ്ഥന്മാരെ കൊന്നുകളയുകയും ആയുധങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്ത് ആ ചരിത്രം അങ്ങനെ തുടർന്നു പോകുന്നു. 30,000-ഓളം പുരോഹിതന്മാരെ നാടുകടത്തുകയും ആയിരക്കണക്കിന് പുരോഹിതന്മാരെ കൊന്നു തള്ളുകയും ചെയ്ത ചരിത്രമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് പറയാനുള്ളത്. വർത്തമാന ലോകത്തിന് റിനൈസൻസ് എന്ന പദം പോലും ആ സംഭവങ്ങൾക്ക് ശേഷമാണ് വായിക്കുന്നതും കേൾക്കുന്നതും. ലിബർട്ടി എന്നും ഇക്വാലിറ്റി എന്നും ഫ്രട്ടേണിറ്റി എന്ന പദപ്രയോഗങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവം ലോകത്ത് അവശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നിടത്ത് നിന്ന്, സാഹോദര്യം നഷ്ടപ്പെടുത്തിയിടത്ത് നിന്ന്, സമത്വം തകർത്തയിടത്ത് നിന്നുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങുന്നത്. ഇന്ത്യയുടെ ഭരണഘടന നാം പരിശോധിക്കുമ്പോഴും ഈ 3 പദപ്രയോഗങ്ങൾ കാണാൻ കഴിയും. ലോകത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ദേശരാഷ്ട്രങ്ങൾ ഉണ്ടാകുന്നത്, പൗരന്മാരും പൗരാവകാശങ്ങളും ഉണ്ടാകുന്നത്, സമത്വപൂർണമായൊരു ജീവിതം ഉണ്ടാകുന്നതെല്ലാം ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് എന്ന് വർത്തമാന ലോകം നവോത്ഥാനത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇത്തരമൊരു പദപ്രയോഗങ്ങൾ വർത്തമാന ലോകത്തിന്റെ പാഠപുസ്തകങ്ങളിൽ നമുക്കെവിടെയും കാണാൻ കഴിയില്ല. ഇന്ത്യയിലേക്ക് നമ്മൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിത്തറ എന്ന് പറയുന്നതും ഇക്വാലിറ്റിയും ലിബർട്ടിയും ഫ്രട്ടേണിറ്റിയുമാണ്. സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവുമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ്, സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് ഈ രാജ്യത്ത് എമ്പാടും നവോത്ഥാന പരിശ്രമങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റോയിയാണ്. രാജാ റാം മോഹൻ റോയ് പശ്ചിമ ബംഗാളുകാരനാണ്. 1800-കളുടെ തുടക്കത്തിൽ ചെറിയ കുട്ടിയായിരുന്ന റാം മോഹൻ റോയിയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് 17 വയസ്സുള്ള അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെടുമ്പോൾ ആ മരണപ്പെട്ട ഭർത്താവിന്റെ ചിതയിലേക്ക് സഹോദരിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ആ ചിതയിലിട്ട് കൊന്നുകളഞ്ഞ സതീ സമ്പ്രദായത്തിനെതിരെയുള്ള പോരാട്ടമായി കൊണ്ടാണ് രാജാ റാം മോഹൻ റോയിയുടെ നവോത്ഥാന പരിശ്രമങ്ങൾക്ക് തുടക്കമുണ്ടാകുന്നത്. ഹിന്ദുമതവിശ്വാസങ്ങളിലെ ജീർണതകൾക്കെതിരെ വളരെ ശക്തമായ പോരാട്ടമാണ് വർത്തമാന ഇന്ത്യയുടെ നവോത്ഥാനത്തിന്റെ ചരിത്രവും പാരമ്പര്യവും എന്ന് പറയുന്നത്. റാം മോഹൻ റോയ് 1804 പുസ്തകം എഴുതുന്നുണ്ട്. ഇന്ത്യൻ ആശയങ്ങളുടെ, ഇന്ത്യൻ പുരാണങ്ങളുടെ, വേദപുരാണങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് വളരെ ശക്തമായ ഏകദൈവ വിശ്വാസമാണ് എന്നാണ് രാജാ റാം മോഹൻ റോയിയുടെ നിലപാട്. 1804 അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകം പേർഷ്യൻ ഭാഷയിലാണ് അദ്ദേഹം എഴുതുന്നത്. ആ പുസ്തകത്തിന്റെ ആമുഖം എഴുതുന്നത് അറബി ഭാഷയിലാണ്. അറബി അറിയാമായിരുന്ന, പേർഷ്യൻ ഭാഷ അറിയാമായിരുന്ന, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷ അറിയാമായിരുന്ന രാജാ റാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന രൂപത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട 900-ന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ ശക്തമായ പോരാട്ടങ്ങൾ ഈ രാജ്യത്തുണ്ടാകുന്നു. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വതന്ത്ര പോരാട്ടങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ അംബേദ്കറോട് ഒരിക്കൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. അംബേദ്കറുടെ നിലപാട് ബ്രിട്ടീഷുകാരന്റെ ഭാഷ പഠിക്കുകയും ബ്രിട്ടീഷുകാരന്റെ ജോലി സ്വീകരിക്കുകയും ചെയ്ത ആളായിരുന്നു ഡോക്ടർ അംബേദ്കർ. അംബേദ്കറോട് ഗാന്ധിജി പറയുന്നു, മിസ്റ്റർ അംബേദ്കർ, നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ ഈ തീരുമാനങ്ങൾ, ഈ നയങ്ങൾ നമ്മുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ വൈകിപ്പിക്കുകയാണ്, പിന്നോട്ട് വലിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ തിരുത്തണമെന്ന് ഗാന്ധിജി അംബേദ്കറോട് പറയുന്നുണ്ട്. അംബേദ്കർ അതിന് നൽകുന്ന മറുപടി ഇന്ത്യയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ ഏത് മാതൃരാജ്യത്തെ കുറിച്ചാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്? വി ഹാവ് ഡോൺ മദർലാൻഡ്. ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല. വഴി നടക്കാൻ അവകാശമില്ലാത്ത, സവർണ തമ്പുരാക്കന്മാർ നടന്നു പോകുന്ന വഴികളിലൂടെ നടന്നു പോകാൻ അവകാശമില്ലാത്തവന്റെ മാതൃരാജ്യത്തെ കുറിച്ചാണോ താങ്കൾ ഞങ്ങളോട് സംസാരിക്കുന്നത്? പൊതുവഴിയിലൂടെ നടക്കാൻ അവകാശമില്ലാത്തവന്, പൊതുകിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ അവകാശമില്ലാത്തവന്, പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ അവകാശമില്ലാത്തവന്റെ മാതൃരാജ്യത്തെക്കുറിച്ചാണോ നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നത്? ഏത് മാതൃരാജ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഞങ്ങളോട് പറയുന്നത്? ഇവിടെയുള്ള പിന്നോക്കക്കാരനും ദളിതനും
സവർണ തമ്പുരാക്കന്മാർ നടന്ന വഴിയിലൂടെ നടക്കാൻ അവകാശം വാങ്ങിത്താൻ നിങ്ങൾ. ഞങ്ങൾ ഈ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേഗതയുണ്ടാക്കാം. അല്ലെങ്കിൽ ഏത് മാതൃരാജ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഞങ്ങളോട് ഈ പറയുന്നത്? അപ്പൊ മനുഷ്യരുടെ സ്വാതന്ത്ര്യമില്ലാതാക്കപ്പെടുമ്പോൾ, അവരുടെ സമത്വത്തെ തല്ലി തകർക്കുമ്പോൾ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ തുടക്കവും തുടർച്ചയും ഉണ്ടാകുന്നു. കേരളത്തിൽ ഇതിനേക്കാളും ഭീകരമായ ജാതി വ്യവസ്ഥകളുടെ ജീർണതകളിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ എത്ര അപകടകരമായ ജാതി വിശ്വാസങ്ങളുടെ ജീർണതകളിലാണ് ഇവിടെയുള്ള മനുഷ്യർ ജീവിച്ചിരുന്നത്. സഹോദരിമാർക്ക് വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത, മാറുമറക്കാൻ അവകാശമില്ലാത്ത കേരളത്തെക്കുറിച്ചാണ് നമ്മൾ ഈ 22-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 21-ാം നൂറ്റാണ്ടിന്റെ ഒടുവിലെല്ലാം ഈ നാടിനോട് പറയുന്നത്. മാറുമറക്കാൻ അവകാശമില്ലാത്ത സഹോദരിമാരുണ്ടായിരുന്നു. സ്വന്തം കൈകൾ കൊണ്ട് മാരടങ്ങൾ പൊത്തിപ്പിടിച്ചതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട പെൺകുട്ടികളുടെ കഥ പറയുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത്. ആൾക്കൂട്ട കൊലപാതകങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. മാംസം കഴിച്ചതിന്റെ പേരിൽ ഉത്തരേന്ത്യയുടെ തെരുവുകളിൽ ആൾക്കൂട്ടങ്ങൾ മർദ്ദിച്ചു കൊന്ന മനുഷ്യരുടെ കഥകൾ വായിച്ചവരാണ് നമ്മൾ. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ഒരു ചെറുപ്പക്കാരനെ ആൾക്കൂട്ടങ്ങൾ മർദ്ദിച്ചു കൊന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഉപ്പ് എന്ന മലയാള വാക്ക് പറഞ്ഞതിന്റെ പേരിലാണ്. ഉപ്പ് എന്ന മലയാള വാക്ക് പറയാൻ അവകാശമില്ലാത്ത മനുഷ്യർ ജീവിച്ച ഒരു നാടിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. ഉപ്പ് എന്ന മലയാള വാക്ക് പറയാൻ നമുക്ക് വലിയ അത്ഭുതം തോന്നും. ഉപ്പ് എന്ന മലയാള വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന നാട്ടിൽ നിന്നുകൊണ്ടാണ് നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ ഈ നാടിനോട്, ലോകത്തോട് പറയുന്നത്. ഞാനെന്ന് പറയാൻ അവകാശമില്ലാത്ത മനുഷ്യർ ജീവിച്ച ഒരു നാട്. ഞാനെന്ന് പറയാൻ ദളിതന് അവകാശമുണ്ടായിരുന്നില്ല. ഇവിടെയുള്ള പിന്നോക്കക്കാരന് അവകാശമുണ്ടായിരുന്നില്ല. അടിയനെന്നാണ് അവൻ പറയേണ്ടിയിരുന്നത്. ഉപ്പ് എന്ന് പറയാൻ അവകാശമുണ്ടായിരുന്നില്ല. പുളിച്ചത് എന്നാണ് അവൻ പറയേണ്ടിയിരുന്നത്. സ്വതന്ത്ര പോരാട്ടങ്ങളുമായി ഇതിനെതിരെയുള്ള നവോത്ഥാന പരിശ്രമങ്ങളുമായി അയ്യങ്കാളിയെ പോലെ, ശ്രീനാരായണ ഗുരുവിനെ പോലെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, ഈ മൊയ്തു മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹിമാനെ പോലെ മഹാരഥന്മാരായ നേതാക്കന്മാരുടെ ഉദയങ്ങൾ ആ കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഉണ്ടായി. ചാന്നാർ ലഹളയും വില്ലുവണ്ടി സമരവുമെല്ലാം കേരളത്തിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ അത്ഭുതകരമായ നവോത്ഥാനത്തിന്റെ പരിശ്രമങ്ങളായി വർത്തമാന കേരളം രേഖപ്പെടുത്തുന്നുണ്ട്. ഐക്യ കേരളം രൂപപ്പെടുത്തുന്നതിന് മുമ്പ് 1914 അയ്യങ്കാളി കൊല്ലം ജില്ലയിലെ പീരങ്കി മൈതാനിയിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചു. ആ സമ്മേളനത്തിലേക്ക് അദ്ദേഹം ക്ഷണിച്ചത് പുലയ സ്ത്രീകളെയായിരുന്നു. പുലയ സ്ത്രീകൾ അന്ന് കഴുത്തിൽ ഒരു മാല ധരിക്കുമായിരുന്നു. കല്ലുമാല സമരമെന്നാണ് നമ്മുടെ കുട്ടികൾ സാമൂഹ്യ ശാസ്ത്രത്തിൽ ആ നവോത്ഥാന പ്രവർത്തനത്തെ വായിക്കുന്നത്. കല്ലുകൊണ്ടും കുപ്പിച്ചില്ലുകൾ കൊണ്ടും ഒരു മാലയവർ ധരിക്കുമായിരുന്നു. ഞങ്ങൾ പുലയ സ്ത്രീകളാണ് എന്ന് തിരിച്ചറിയാനായിരുന്നു ആ മാലയവർ ധരിച്ചിരുന്നത്. അയ്യങ്കാളി പീരങ്കി മൈതാനിയിൽ ആയിരക്കണക്കിന് ദളിത് സ്ത്രീകൾ ഒരുമിച്ച് കൂട്ടി കല്ലുമാല പൊട്ടിച്ചെറിയാൻ ആവശ്യപ്പെടുന്നു. ആ മാല പൊട്ടിച്ചെറിയുകയും അന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ 5 മീറ്ററുകളോളം ഉയരത്തിലാണ് കുപ്പിച്ചില്ലുകളും കല്ലുകളും പീരങ്കി മൈതാനിയിൽ കൂട്ടിയിടപ്പെട്ടത്. ഇവിടെ ജീവിക്കാൻ മതത്തിന്റെ പേരിൽ ജീർണ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ നവോത്ഥാന പരിശ്രമങ്ങൾ ഉണ്ടാകുന്നത്. 18 നൂറ്റാണ്ടുകൾക്ക് ശേഷം മാത്രം കേട്ടൊരു ശബ്ദമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, സമത്വം എന്ന് പറയുന്നത്, സാഹോദര്യം എന്ന് പറയുന്നത്. 18 നൂറ്റാണ്ടുകൾക്ക് ശേഷം മാത്രം കേട്ടൊരു ശബ്ദമല്ല. നമുക്കത് അപ്പോഴാണ് പരിചയമുള്ളത്. നമ്മുടെ വർത്തമാന ലോകത്തിന്റെ കണ്ണടകൾക്ക് പിന്നിൽ നിന്നുകൊണ്ടാണ്, ആ കണ്ണടകൾക്ക് പിന്നിലേക്കാണ് മുഹമ്മദ് നബി ഉണ്ടാക്കിയ 6-ാം നൂറ്റാണ്ടിന്റെ നവോത്ഥാനത്തെ നാം പലപ്പോഴും മാറ്റിവെക്കാറുള്ളത്. എബ്രഹാം ലിങ്കൻ മുതൽ ബറാക് ഒബാമ വരെ ഭരിച്ച അമേരിക്കയുടെ തെരുവുകളിൽ നിന്നുകൊണ്ടാണ് നമ്മളൊരു ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം ജോർജ് ഫ്ലോയിഡ് എന്ന ചെറുപ്പക്കാരൻ്റെതാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് ശ്വാസം മുട്ടുന്നുവെന്ന്. ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗക്കാരനായ ചെറുപ്പക്കാരന് അമേരിക്കയുടെ തെരുവുകളിലൂടെ നടന്നു പോകാൻ അവകാശമില്ലാത്ത കാലം എന്ന് പറയുന്നത് ബറാക് ഒബാമയും ഡൊണാൾഡ് ട്രംപും ഭരിക്കുന്ന വർത്തമാന അമേരിക്കയുടെ ഹൃദയഭൂമികളിൽ വെച്ചുകൊണ്ടാണ്. അവർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എനിക്ക് ശ്വാസം മുട്ടുന്നുവെന്ന് ജോർജ് ഫ്ലോയിഡിന്റെ കരച്ചില് നമ്മൾ കേട്ടതാണ്. എന്നാൽ പ്രവാചകന്റെ മദീനയുണ്ട്, പ്രവാചകന്റെ മക്കയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഓടി വരികയാണ്. അദ്ദേഹം പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പേര് ബിലാൽ ഇബ്നു റബാഹ് എന്നാണ്, എന്നെ കറുത്തവളുടെ മകനെ എന്നാണ് അബൂദർ ഗിഫാരി ആക്ഷേപിച്ചത്. കറുത്തവളുടെ മകനെ എന്നെ പരിഹസിച്ചു പ്രവാചകരെ. അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂദർ ഗിഫാരിയെ വിളിക്കുന്നു. അബൂദർ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ജാഹിലിയ്യത്തിന്റെ വൃത്തികേടുകൾ മാഞ്ഞുപോയിട്ടില്ലേ?
നിന്റെ ഹൃദയത്തിൽ നിന്ന് ജാഹിലിയത്തിന്റെ കറകൾ മാഞ്ഞു പോയിട്ടില്ലേ? ജീർണ വിശ്വാസങ്ങളിൽ നിന്ന് നീ തിരിച്ചു നടന്നിട്ടില്ലേ? നവോത്ഥാന പരിശ്രമങ്ങളിലേക്ക് നീ വഴി നടന്നിട്ടില്ലേ? അബൂദർ ഗിഫാരി ബിലാൽ ഇബ്നു റബാഹിന്റെ മുന്നിലേക്ക് ഓടിച്ചെല്ലുകയും തന്റെ കവിളുകൾ മണ്ണിലേക്ക് ചേർത്തു വെക്കുകയും നിങ്ങളുടെ കാൽപാദങ്ങൾ കൊണ്ട് എൻ്റെ മുഖത്തെ ചവിട്ടിയരച്ച് എൻ്റെ മുഖമൊന്ന്, എൻ്റെ മനസ്സൊന്ന് വൃത്തിയാക്കുകയെന്ന് അബൂദർ ഗിഫാരി ആവശ്യപ്പെടുന്നത് വർത്തമാന ലോകത്തല്ല, 18 നൂറ്റാണ്ടുകൾക്ക് ശേഷമല്ല, മറിച്ച് 6-ാം നൂറ്റാണ്ടിന്റെ മാറ്റിവെക്കപ്പെടുന്ന ചരിത്ര പുസ്തകങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചരിത്രത്തെ കാണുന്നതും വായിക്കുന്നതും. ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാമൂഹിക പശ്ചാത്തലം എന്താണ്? നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. ദളിതരായ സംവരണ വിഭാഗത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ രാജ്യത്തെ പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്ന് അവരുടെ ഭരണകാലാവധി കഴിയുന്നു. 5 കൊല്ലങ്ങൾക്ക് ശേഷം പുതിയ തെരഞ്ഞെടുപ്പുണ്ടാകുന്നു. ജനറൽ സീറ്റിലെ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്നു. ദളിതനിരുന്ന കസേരകളിൽ ഇരിക്കുന്നതിന് മുമ്പ്, പിന്നോക്കക്കാരനിരുന്ന കസേരകളിൽ ഇരിക്കുന്നതിന് മുമ്പ് ചാണകവെള്ളം തളിച്ച് പഞ്ചായത്ത് ഓഫീസുകൾ ശുദ്ധീകരിക്കുന്ന വർത്തമാന ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് നവോത്ഥാനത്തെക്കുറിച്ച്, 6-ാം നൂറ്റാണ്ടിന്റെ നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ ഈ നാടിനോട് പറയുന്നത്, നമ്മൾ ഈ രാജ്യത്തോട് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ റസൂലുള്ളാഹിന്റെ കാൽച്ചുവട്ടിലായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ അകത്തേക്ക് തന്റെ കാൽപാദങ്ങൾ വെച്ച് കയറി പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും 2 മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യരുടെ പ്രത്യേകത, കറുത്ത വർഗ്ഗക്കാരനായി മക്കയിലെ തെരുവുകളിൽ മാറ്റി നിർത്തപ്പെട്ട അടിമയായി ജീവിച്ച ബിലാൽ ഇബ്നു റബാഹിന്റെ ചരിത്രവും ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന 2 അടിമകളായി ജീവിച്ച സ്വഹാബികളെ ചരിത്രത്തിന്റെ മുന്നിലേക്ക് നീക്കിവെച്ച പ്രവാചകൻ സൃഷ്ടിച്ച അത്ഭുതത്തെയാണ് വർത്തമാന ലോകത്ത് മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാനം പ്രവാചക മാതൃകയാണ് എന്ന് ഈ നാടിനോട് വിശദീകരിച്ചു കൊണ്ട് പറയുന്നത്. ആർക്കാണ് ഈ നവോത്ഥാന പരിശ്രമങ്ങളെ, ഈ നവോത്ഥാനത്തെ ഇല്ലാതാക്കാൻ കഴിയുക, മാറ്റിവെക്കാൻ കഴിയുക? പ്രവാചകന്റെ വാതിലിൽ ഒരാൾ കടന്നു വരുന്ന റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക്. അയാൾ പറയുന്നു, പ്രവാചകരെ, ഞാൻ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടിമയാണ്, ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടിമയാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു വന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ചേർത്തു പിടിക്കുന്നു. പ്രവാചകന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് നിൽക്കുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് റസൂലുള്ളാഹിന്റെ നെഞ്ച് നനയുന്നു. പ്രവാചകൻ ചോദിച്ചു, മാലക്കയ ബിലാൽ, എന്തു പറ്റി? താങ്കൾക്ക് എന്ത് സംഭവിച്ചു? എന്തിനാണ് നിങ്ങൾ എങ്ങനെ കരയുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിന് ശേഷം എൻ്റെ ഉമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ ഉമ്മയുടെ മാറോട് ചേർത്ത് നിർത്തിയതിന് ശേഷം എന്നെ ഒരാൾ ചേർത്തു പിടിക്കുന്നത് പ്രവാചകരെ താങ്കളാണ് രണ്ടാമതായി എന്നെ ചേർത്തു പിടിക്കുന്ന ഒരു മനുഷ്യൻ. എന്നെ ആട്ടിയോടിക്കപ്പെട്ടിരുന്നു, ഞാൻ മാറ്റി നിർത്തപ്പെട്ടിരുന്നു, ഞാൻ അകറ്റി നിർത്തപ്പെട്ടിരുന്നു, എൻ്റെ തൊലി കറുത്തുപോയതിൻ്റെ പേരിൽ, ഞാൻ അടിമയായതിൻ്റെ പേരിൽ. എന്നാൽ ഈ പ്രവാചകന്റെ നവോത്ഥാന പരിശ്രമങ്ങൾ ഉണ്ടാകുന്നത് 18-ാം നൂറ്റാണ്ടുകൾക്ക് ശേഷമല്ല. വർത്തമാന ലോകത്ത് ഈ നവോത്ഥാന പരിശ്രമങ്ങൾ ആരംഭിക്കപ്പെടുന്നതിന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതകരമായ നവോത്ഥാന സംരംഭങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. 23 കൊല്ലങ്ങൾ കൊണ്ട് എങ്ങനെയാണ് പ്രവാചകൻ ആ വിപ്ലവം ഉണ്ടാക്കിയത്, ആ പരിവർത്തനം ഉണ്ടാക്കിയത്? അതേ പരിവർത്തനത്തിന്റെ ആയുധമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ വിശദീകരിക്കുന്നത്. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശിയുടെ രാജകൊട്ടാരത്തിലേക്ക് ആട്ടിയോടിക്കപ്പെട്ട് ഹിജറ പോയ ആദ്യത്തെ സ്വഹാബിയാണ്. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ആദ്യമായി ഹിജറ പോകുന്നത്. അവർ യാത്രയായി ആ നജ്ജാശിയുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ പിന്നാലെ കടന്നു വന്ന മക്കയിലെ മുശ്രിക്കുകൾ അവർക്കെതിരെ തെളിവുകൾ നിരത്തി അവരെ തിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നജ്ജാശി ഭരണാധികാരി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആട്ടിയോടിക്കപ്പെട്ടത്? നിങ്ങൾ ചെയ്ത തെറ്റെന്താണ്? ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിന്റെ മറുപടി, ഞങ്ങൾ ശബന്തീനികളായിരുന്നു, ഞങ്ങൾ വിഗ്രഹാരാധകരായിരുന്നു, ഞങ്ങൾ ബന്ധങ്ങളുടെ പവിത്രതകളെ കുറിച്ച് അറിയാത്ത മനുഷ്യരായിരുന്നു, ജീർണതകളിൽ നിന്ന് ജീർണതകളിലേക്ക് ജീവിതം കടന്നുപോയ മനുഷ്യരായിരുന്നു. ഞങ്ങളിലേക്ക് അല്ലാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു, ഞങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ ഞങ്ങളുടെ ഹൃദയത്തോട് സംവദിച്ചു, ഖുർആനിനെ കൊണ്ട് ഞങ്ങളോട് സംസാരിച്ചു, പ്രവാചകന്റെ ജീവിതത്തെ കൊണ്ട് ഞങ്ങളോട് സംവദിച്ചു. ഞങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായി, ഞങ്ങൾക്ക് പരിവർത്തനങ്ങൾ ഉണ്ടായി. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നത്, മദ്യപിക്കരുതെന്നാണ് പ്രവാചകൻ ഞങ്ങളിലേക്ക് കടന്നു വന്ന് ആദ്യം പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾക്കത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. വ്യഭിചരിക്കരുതെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല.
ഞങ്ങളിലേക്ക് പ്രവാചകൻ കടന്നു വന്ന് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി, ആ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തി. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ആകാശഭൂമികളെ സംവിധാനിച്ച, അഖില ചരാചരങ്ങളെ സംവിധാനിച്ച, അഖിലാണ്ടമണ്ഡലങ്ങൾ അണിയിച്ചൊരുക്കിയ, ആകാശത്തരിമണികൾ വാരി വിതറിയതുപോലെ നക്ഷത്രജാലങ്ങളെ സംവിധാനിച്ച, കാനനങ്ങളെയും കാട്ടാറുകളെയും ഒക്കെ സംവിധാനിച്ച അഖില പ്രപഞ്ചങ്ങളുടെ സംവിധായകൻ, അഖിലാണ്ടമണ്ഡലങ്ങളുടെ നാഥൻ, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് ജാതീയതകൾക്കപ്പുറം, മനുഷ്യരുടെ വ്യത്യസ്തങ്ങളായ നിലപാടുകൾക്കപ്പുറം, നിറത്തിന്റെയും രാജ്യങ്ങളുടെയും ഭരണത്തിന്റെയും ഭരണകൂടങ്ങൾക്കും അപ്പുറം മനുഷ്യരെ സൃഷ്ടിച്ച, മുൻഗാമികളെ സംവിധാനിച്ച, ഈ ഭൂമിയെ വിരിപ്പാക്കി തന്ന, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ, ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്ന, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്ന, ആകാശത്ത് നിന്ന് മഴത്തുള്ളികളെ വർഷിപ്പിച്ച് നിർജീവമായ ഭൂമിയിൽ നിന്ന് സസ്യലതാദികളെ മുളപ്പിച്ചു കൊണ്ടുവന്ന സർവ്വലോകത്തിന്റെയും തമ്പുരാനെ നിങ്ങൾ ആരാധിക്കണമെന്ന ഈ സത്യസന്ദേശം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സംസാരിച്ചു. ഞങ്ങൾക്ക് മാറ്റങ്ങളുണ്ടായി, ഞങ്ങൾക്ക് പരിവർത്തനങ്ങളുണ്ടായി, ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടായി. മദ്യം ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. ആ ഞങ്ങളിലേക്ക് ഖുർആനിന്റെ ശബ്ദമെത്തി, ഞങ്ങൾക്ക് പരിവർത്തനങ്ങൾ ഉണ്ടായി. ഞങ്ങൾ ഉന്നത കുലജാതകളായ വേശ്യകളെന്ന് തിരിച്ചറിയാൻ ഉയർന്ന കൊടികൾ നാട്ടിയിരുന്നു. ഞങ്ങളിലേക്ക് പ്രവാചകൻ ഇത്തരം നിലപാടുകളുടെ തെറ്റുകളെ കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു, റബ്ബിനെ കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ആരും അറിയാത്ത രാത്രികളിൽ, ആരും കാണാത്ത സ്വകാര്യതകളിൽ, ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളുമായി ഏറ്റുപറയുന്ന ആ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന സ്വഹാബത്തിനെ ലോകത്ത് സൃഷ്ടിച്ചെടുത്ത അത്ഭുതത്തിന്റെ പേരാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ജനിച്ചു വീഴുന്ന പെൺകുഞ്ഞാണെന്ന് ആ കുട്ടികളുടെ മുഖം കാണുമ്പോൾ കറുത്തിരുണ്ടു പോകുകയും ജസീറത്തുൽ അറബിന്റെ തെരുവോരങ്ങളിൽ ആ കുട്ടികളെ കുഴിച്ചു മൂടുകയും ചെയ്ത മനുഷ്യർക്കിടയിലേക്ക് വൈദൽ മൗഊദത്തി സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ഏതൊരു കുറ്റത്തിനാണ് നീ കൊല്ലപ്പെട്ടതെന്ന് ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കപ്പെടും എന്ന് ആയത്ത് അവതരിക്കുമ്പോൾ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന് ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ ആ റബ്ബിനോട് ഏറ്റുപറയാൻ ഹൃദയവിശാലതയിലേക്ക് അവരെ വഴി നടത്തിയ നവോത്ഥാനത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതാ ഇസ്ലാം എന്ന് പറയുന്നത്. ഈ നവോത്ഥാനമാണ് പ്രവാചക മാതൃകയിൽ എന്ന ക്യാമ്പയിനുമായി മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നതും ക്യാമ്പയിനുമായി ഈ നാടിനോട് വിശദീകരിക്കുന്നതും. ഇസ്ലാം എന്ന് പറയുന്നത് ഇവിടെ ഫാറൂഖ് സൂചിപ്പിച്ചു, ഏറെ തെറ്റിദ്ധാരണകൾ നിറയുന്ന ഒരു കാലമാണ്. കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ മുസ്ലിം സമൂഹം തലകുനിച്ചു നിൽക്കുന്ന ഘട്ടങ്ങളുണ്ട് പലപ്പോഴും. എന്തിനാണ് അവരുടെ നേരെ വിരലുകൾ ചൂണ്ടുന്നത്? ആ സമുദായത്തിന്റെ നേരെ വിരൽ ചൂണ്ടാൻ ആളുകൾക്ക് വലിയ താല്പര്യമാണ്. അകലെ നിന്ന് ലോകത്തേതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയുടെ പേര് കേൾക്കുമ്പോഴേക്കും ആ സമുദായം ഉത്തരം പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ്. അഭയാർത്ഥികളോട് കാരുണ്യം കാണിക്കണമെന്ന് പറയുന്നവരുണ്ട്. അഭയാർത്ഥികളോട് ഈ സമുദായം, മുസ്ലിങ്ങൾക്ക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന് വലിയ താല്പര്യമാണ്. ജിഹാദ് എന്ന് പറയുന്നത് നിരപരാധികളെ കൊന്നൊടുക്കുന്ന പ്രത്യയശാസ്ത്രമാണ്. ആക്ഷേപിക്കുന്നവരും പരിഹസിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ നവോത്ഥാനത്തോളം അത്ഭുതത്തെ ലോക ചരിത്രത്തിൽ ആർക്കെങ്കിലും വായിക്കാനും കാണുവാനും കഴിയുമോ? ഫലസ്തീനിന്റെ തെരുവുകളിൽ മിഠായി കടലാസുകളിൽ മിഠായികൾ പൊതിയുന്നത് പോലെ കുട്ടികളുടെ മയ്യത്തുകൾ പൊതിഞ്ഞു വെച്ച ഒരു കാലത്തല്ലേ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ഒലീവ് തോട്ടങ്ങൾക്കിടയിൽ മരിച്ചു വീണ ഉമ്മമാരുടെ മയ്യത്തുകൾ തിരയുന്ന മക്കളുള്ള കാലഘട്ടത്തിലല്ലേ ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ബോംബർ വിമാനങ്ങൾ, ബോംബുകൾ ചൊരിയുന്ന രാത്രികളിൽ ജീവിക്കാൻ, ഉറങ്ങാൻ ഭയപ്പെട്ടു പോകുന്ന കുട്ടികളുള്ള കാലഘട്ടത്തിലല്ലേ ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നിരപരാധികളായ കുട്ടികളോട് പോലും കാരുണ്യം കാണിക്കാത്ത, അഭയാർത്ഥികളായി ആട്ടിയോടിക്കപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങളെ, റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. റോഹിംഗ്യയിലെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി റാലി നടന്ന മണ്ണാണ് കേരളം. കേരളത്തിന്റെ പള്ളികളിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക സമാഹരണം നടന്ന മണ്ണാണ് കേരളം എന്ന് പറയുന്നത്. ആ രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മനുഷ്യരുണ്ട്. ആ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മനുഷ്യരുണ്ട്. നിങ്ങൾക്കറിയുമോ, സിറിയയുടെയും യമന്റെയും ഈജിപ്തിന്റെയും എല്ലാം തെരുവുകളിൽ നിന്ന്, ഫലസ്തീനിന്റെയും ഒക്കെ തെരുവുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മനുഷ്യരുണ്ട്. 2016 ഒക്ടോബർ 18 ലോകത്തെ മാധ്യമങ്ങളെല്ലാം തുറക്കുന്നത് അവരുടെ ഒന്നാമത്തെ പേജിൽ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ അല്പമെങ്കിലും ദൈന്യതയും മനുഷ്യരോട് കാരുണ്യവുമുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് ആ ചിത്രം മാഞ്ഞുപോയിട്ടില്ല. ഐമൻ കുർദി എന്നാണ് ആ കുട്ടിയുടെ പേര്. പൂമ്പാറ്റകളെ പോലെ പാറി നടക്കുന്ന കുട്ടികളുള്ള നമ്മുടെയൊക്കെ വീട്ടിൽ
ആ കുട്ടികളെ ഒരു രാത്രി കണ്ടിട്ടില്ലെങ്കിൽ നമുക്കെത്ര സങ്കടമാണ്. നമ്മുടെ വിരൽത്തുമ്പുകളിൽ പിടിച്ച് പൂമ്പാറ്റകളെ പോലെ പറന്നു നടക്കുന്ന 3.5 വയസ്സുള്ള ഐമൻ കുറുതി മെഡിറ്ററേനിയൻ കടൽ തീരങ്ങളിൽ നിന്ന് ആ സമുദ്രങ്ങളെ താണ്ടിക്കടന്ന് അഭയാർത്ഥികളായി ആട്ടിയോടിക്കപ്പെട്ടപ്പോ ആ തിരമാലകൾക്കുള്ളിലേക്ക് വീണ് തിരമാലകൾക്ക് പോലും സങ്കടമുണ്ടായി താരാട്ടുപാടി തുർക്കിയുടെ തെരുവിൽ ആ കടത്തീരത്ത് കൊണ്ടുപോയി അടിഞ്ഞ് തല ഇങ്ങനെ മണ്ണിൽ കുത്തി നിൽക്കുന്ന ഐമൻ കുറുതിയെ ആർക്കാണ് മറക്കാൻ കഴിയുക? അഭയാർത്ഥികളോട് ഏത് കരുണയാണ് വർത്തമാന ലോകം കാണിച്ചിട്ടുള്ളത്? ഏത് നവോത്ഥാനത്തെ കുറിച്ചാണ് വർത്തമാന ലോകം ഇസ്ലാമിനെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ആ ഫലസ്തീനിന്റെ ചരിത്രം അറിയുമോ? 1898 ലോകത്താദ്യമായി ഒരു ജൂതരാജ്യം വേണമെന്ന് തിയോഡർ ഹെഡ്സൽ ലോകത്തോട് ആവശ്യപ്പെടുന്നത്. ജൂതപത്ര പ്രവർത്തകനാണ് അദ്ദേഹം. ജർമ്മനിയിലെ നാസി ഭീകരന്മാരുടെ ആയുധങ്ങൾക്ക് മുന്നിൽ ആട്ടിയോടിക്കപ്പെട്ട ജൂതന്മാർ, യഹൂദികൾ ലോകത്തുള്ള രാജ്യങ്ങളിൽ അഭയം തേടി. അവർ പീഡിപ്പിക്കപ്പെട്ടു. നിരപരാധികളായ ജൂതന്മാരെ എത്രയെത്ര ഗ്യാസ് ചേമ്പറിലിട്ട് ചുട്ടുകൊന്നു. ആ ജൂതന്മാർ ലോകരാജ്യങ്ങളിൽ അഭയം തേടി. കേരളത്തിലും ആ ജൂതന്മാർ കടന്നു വന്നിരുന്നു. അങ്ങനെ 1898 ഞങ്ങൾക്ക് രാജ്യം വേണമെന്ന് തിയോഡർ ഹെഡ്സൽ ഈ ലോകത്തോട് ആവശ്യപ്പെടുന്നു. ലോകം അവരോട് കാരുണ്യം കാണിക്കുന്നു. നിങ്ങൾക്ക് ഏത് നാടാണ് ആവശ്യമുള്ളത്? അവർ പറയുന്നത് ഞങ്ങൾക്ക് ശാം പ്രദേശം വേണം. ആ നാടിന്റെ പ്രത്യേകത അവിടെ മനുഷ്യരില്ല എന്നാണ്. അവിടെ മനുഷ്യരില്ലാത്തത് കൊണ്ടല്ല, യഹൂദികൾ അറബികളെ മനുഷ്യരായി പോലും പരിഗണിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് ആ രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ശാം പ്രദേശത്തെ വത്തീനി വസ്സൈത്തുൻ എന്ന് ഖുർആൻ പറഞ്ഞ പ്രവാചകന്മാരുടെ പാരമ്പര്യമുള്ള എത്രയോ പ്രവാചകന്മാരുടെ ചരിത്രം ഇറങ്ങുന്ന ആ മണ്ണ് 4 കഷ്ണമാക്കി. ജോർദാനും സിറിയയും ലബനാനും ഫലസ്തീനും. ഫലസ്തീനെ 3 കഷ്ണമാക്കി. എന്നിട്ടൊരു ഭാഗം വരണ്ടുടങ്ങിയ പ്രദേശം അറബികൾക്ക്. ആ നാട്ടിലേക്ക് അഭയാർത്ഥികളായി കടന്നു വന്ന മനുഷ്യർക്ക് പച്ചപ്പുള്ള രാജ്യത്തിന്റെ പ്രദേശങ്ങൾ നടുക്ക് ഐക്യരാഷ്ട്രസഭയും ഏറ്റെടുത്തു. ഐക്യരാഷ്ട്രസഭയും ഏറ്റെടുത്ത പ്രദേശം ഇസ്രയേൽ എന്ന ആ രാജ്യത്തിന് നൽകി. ആ രാജ്യത്തോട് കൂറ് കാണിക്കുന്ന കാരുണ്യമില്ലാത്ത മനുഷ്യർക്കിടയിൽ, അഭയാർത്ഥികളോട് കാരുണ്യം കാണിക്കാത്ത മനുഷ്യർക്കിടയിലാണ് 6-ാം നൂറ്റാണ്ടിന്റെ നവോത്ഥാനത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. മക്ക എന്ന നാട്ടിൽ നിന്ന് ഒട്ടകക്കൂട്ടങ്ങളെയും ആട്ടിൻപറ്റങ്ങളെയും മുന്തിരിത്തോട്ടങ്ങളെയും ഈത്തപ്പനത്തോപ്പുകളും ഒഴിവാക്കി കളിച്ചു വളർന്ന മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മനുഷ്യരുണ്ട്. അഭയാർത്ഥികളായി മദീനയുടെ മണ്ണിലേക്ക് കടന്നു വന്ന മുഹാജിറുകൾക്ക് ജീവിതം കൊണ്ട് അഭയം നൽകിയ അൻസ്വാരികളുടെ അത്ഭുതങ്ങളെ സൃഷ്ടിച്ച ഒരു ചരിത്രത്തിന്റെ മുന്നിലാണ് ഇസ്ലാം എന്ന് പറയുന്ന നവോത്ഥാന കാലഘട്ടത്തെ മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ വിശദീകരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഈ നവോത്ഥാനത്തെയാണ് ഏറ്റെടുക്കുന്നത്. ഈ ഖുർആനിന്റെ സന്ദേശങ്ങളെയാണ് ഏറ്റെടുക്കുന്നത്. ഈ വിശുദ്ധമായ ഇസ്ലാമിന്റെ നന്മകളെയാണ് നവോത്ഥാന പരിശ്രമങ്ങളുടെ ആയുധമായി മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുക്കുന്നത്. എത്രയോ അത്ഭുതങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ സമ്മാനിച്ചിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തെ മാറ്റിവെച്ച് കേരളത്തിന്റെ ചരിത്രം എഴുതാൻ കഴിയുമോ? വർത്തമാന കേരളത്തിന്റെ നവോത്ഥാന പരിശ്രമങ്ങളെ ആർക്കെങ്കിലും രേഖപ്പെടുത്താനാവുമോ? ആർക്കാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യങ്ങളെ വകഞ്ഞു മാറ്റാനാവുക? സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഏറ്റവും നന്മ നൽകിയ പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനമല്ലേ? ഇക്കഴിഞ്ഞ ദിവസമാണ് AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം മസ്ഹരി അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത്, ഞങ്ങൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ്. മുജാഹിദ് പ്രസ്ഥാനമാണ് സ്ത്രീ വിദ്യാഭ്യാസത്തെ പിന്നോട്ട് വലിച്ചത്. അല്പത്തരമെന്നല്ലാതെ അത്തരം അഭിമുഖങ്ങളെ പറയാൻ കഴിയുമോ? അത്തരം ദുഷ്പ്രചരണങ്ങൾ നടക്കുന്ന കാലത്താണ് നവോത്ഥാനത്തെക്കുറിച്ച് മുജാഹിദുകൾ കേരളത്തോട് പറയുന്നത്. ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ വെളിപ്പാടകലെ മദീനത്തുലൂം എന്ന് പറയുന്ന അറബി കോളേജ് ഉണ്ട്. മദീനത്തുലൂം കേരളത്തിന്റെ മണ്ണിൽ രൂപീകരിക്കപ്പെടുന്ന വർഷം എന്ന് പറയുന്നത് 1947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് മദീനത്തുൽ-ഉലൂം എന്ന അറബി കോളേജ് സ്ഥാപിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൈപിടിച്ചുയർത്തിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനം തൊട്ടപ്പുറത്ത് അരീക്കോടുണ്ട്. അരീക്കോട് NV അബ്ദുസ്സലാം മൗലവിയുടെ സുല്ലമുലസ്സലാം സ്ഥാപനങ്ങളുണ്ട്. ഐക്യ കേരളം ഉണ്ടാകുന്നതിന് മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1944 സ്ത്രീ വിദ്യാഭ്യാസത്തെ കൈപിടിച്ചുയർത്തി അരീക്കോടിന്റെ മണ്ണിൽ സുല്ലമുസ്സലാം സ്ഥാപനങ്ങളെ പടുത്തുയർത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തോടാണ്. തൊട്ടപ്പുറത്ത് ഫറൂഖ് കോളേജ് ഉണ്ട്. 1949 ഫറൂഖ് കോളേജിൽ അബുസ്സബാഹ് മൗലവി തറക്കല്ലിടുമ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലമാണ്. ആ കാലഘട്ടത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തെ കൈപിടിച്ചുയർത്തിയ ഒരു പ്രസ്ഥാനത്തെ കുറിച്ചാണ് മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീ വിദ്യാഭ്യാസത്തെ പിന്നോട്ട് വലിച്ചു എന്ന് പറയുന്നത്. ഇത് ചരിത്രത്തോട് കൂറുപുലർത്തുന്ന ഒരു പ്രസ്താവനയാണോ? പക്ഷേ ഇത്തരം ചരിത്രങ്ങളെ മാറ്റിവെക്കാൻ ശ്രമിക്കുമ്പോൾ,
ഇത്തരം ചരിത്രങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, ഇത്തരം ചരിത്രങ്ങളെ മാറ്റിവെച്ച് പുതിയ നവോത്ഥാനങ്ങളെ രചിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ നാടിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. സമസ്ത എന്ന് പറയുന്ന സംഘടന ഈ കേരളത്തിലെ മുസ്ലിങ്ങളോട് ചെയ്ത അക്രമങ്ങളെക്കുറിച്ച്, ഈ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനോട് ചെയ്ത ക്രൂരതകളെക്കുറിച്ച് 1926 സമസ്ത കേരള എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നു. 1930 മണ്ണാർക്കാട് ഒരു മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം നട്ട് നനച്ചു വളർത്തിയ നവോത്ഥാനത്തിന്റെ ഭൂമികയിൽ ഈ നാടിനോട് അവർ പറഞ്ഞത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിഷിദ്ധമാണ്, അവർക്ക് കൈയെഴുത്ത് പഠിക്കുന്നത് നിഷിദ്ധമാണ്, അവർക്ക് സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കുറ്റകരമാണ് എന്ന് ഫത്വ ഇറക്കിയ ഒരു മതസംഘടനയുടെ പേര് കേരളത്തിൽ ഉണ്ടെങ്കിൽ ആ സംഘടനയുടെ പേരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ പിന്മുറക്കാർ 2022 വന്ന് പറയുന്നു മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീ വിദ്യാഭ്യാസത്തെ പിന്നോട്ട് വലിച്ചു. ആരോടാണ് നിങ്ങളിത് പറയുന്നത്? ആരുടെ മുന്നിലാണ് നിങ്ങൾ ഈ ചരിത്രത്തെ വക്രീകരിക്കാൻ ശ്രമിക്കുന്നത്? കോഴിക്കോട് ജില്ലയിലെ പന്നിയങ്കരയിൽ സുലൈഖ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഒരു ചെറുപ്പക്കാരന് കത്തെഴുതിയതിന്റെ പേരിലാണ് സ്ത്രീ വിദ്യാഭ്യാസം പാടില്ല എന്നൊരു മതസംഘടന പ്രമേയം പാസാക്കുന്നത്. അതിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ എത്രയാണ് എഴുതി തീർത്തത്? സമസ്ത എന്നാണ് സ്ത്രീകൾക്ക് കൈയെഴുത്ത് പരീക്ഷ തുടങ്ങിയത്? ആൺകുട്ടികൾക്ക് കൈയെഴുത്ത് പരീക്ഷയും പെൺകുട്ടികൾക്ക് അഭിമുഖ പരീക്ഷയുമായിരുന്നു ഈ അടുത്ത കാലഘട്ടങ്ങൾ വരെ സമസ്ത കേരളയുടെ മദ്രസകളിൽ ഉണ്ടായിരുന്നത്. എന്നു മുതലാണ് അവർ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകിയത്? സ്ത്രീകൾക്ക് വേണ്ടി സമസ്ത ആരംഭിച്ച കോളേജിന്റെ വർഷം പറയാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് കഴിയുമോ? സമസ്തയുണ്ടാക്കിയ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേര് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? എന്നാണ് ഈ സംഘടന പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നത്? ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണോ? അല്ല. നിങ്ങൾ ഏത് കാര്യങ്ങൾ എടുത്താലും സമയത്തിന്റെ പരിമിതി എൻ്റെ മുന്നിലുണ്ട്, ഞാൻ ദീർഘമായ എൻ്റെ സംസാരം കൊണ്ടുപോകുന്നില്ല. ഏത് നവോത്ഥാന പ്രവർത്തനങ്ങൾ നിങ്ങൾ എടുത്തോളൂ, ആ നവോത്ഥാന പരിശ്രമങ്ങളുടെയൊക്കെ മുന്നിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭൂമികയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെയും അല്ലാതെ ആരെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക? അബ്ദുൽ ഗഫൂർ മൗലവിയുടെ ചരിത്രമുറങ്ങുന്ന പുളിക്കൽ, മൂസ മൗലവിയുടെ ചരിത്രമുറങ്ങുന്ന കുനിയിൽ, കേരളത്തിലെ NB അബ്ദുസ്സലാം മൗലവിയുടെ അത്ഭുതകരമായ ഖുർആനിന്റെ വിസ്ഫോടനങ്ങൾ നടന്ന അരീക്കോടിന്റെ മണ്ണ്, കെ എം മൗലവി ഉഴുതുമറിച്ച തിരൂരങ്ങാടിയുടെ അത്ഭുത ചരിത്രങ്ങളുണ്ട്. കേരളത്തിന്റെ തെരുവുകളിൽ ഉമർ മൗലവി സൃഷ്ടിച്ച വിപ്ലവകരമായ കഥകളുണ്ട്. ആർക്കാണ് ഈ നവോത്ഥാന പരിശ്രമങ്ങളെ മാറ്റിവെച്ച് മുന്നോട്ട് പോകാൻ കഴിയുക? അനാഥശാലകളുടെ ചരിത്ര പാരമ്പര്യം ആർക്ക് മുന്നിലാണ് തുറന്നിടപ്പെടുന്നത്? JDT അനാഥശാലയെ കാസായി സഹോദരന്മാർ പ്ലേഗ് ബാധിച്ചും വസൂരി ബാധിച്ചും മരിച്ചു വീണ കേരളക്കരയിലെ ഉമ്മമാരുടെ അനാഥ കുട്ടികളെ ഏറ്റെടുത്ത് അനാഥ മക്കളുടെ ഉപ്പ എന്ന ചരിത്രം വിളിച്ച MK ഹാജിയുടെയും KM മൗലവിയുടെയും മടിത്തട്ടിൽ പിറന്നു വീണ തിരൂരങ്ങാടി അനാഥശാലയുടെ ചരിത്രത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ഭൂമികയിൽ നിന്ന് ആർക്കാണ് മാറ്റിവെക്കാൻ കഴിയുക? കേരളത്തിൽ സമസ്തയൊരു അനാഥശാലയ്ക്ക് തുടക്കം കുറിക്കുന്ന വർഷത്തെ നിങ്ങൾക്ക് ഈ നാടിനോട് പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് ഈ രാജ്യത്തെ മനുഷ്യരോട് പറയാൻ കഴിയുമോ? എന്നാണ് സമസ്തയൊരു അനാഥശാലയ്ക്ക് രൂപം കൊടുത്തത്. സമസ്ത എന്ന സംഘടനക്ക് പുറത്ത് പലരും ഉണ്ടാക്കിയിട്ടുണ്ട്. സമസ്തക്കൊരു അനാഥശാലയുടെ ചരിത്രം പറയാൻ എത്ര വർഷം കഴിയേണ്ടി വന്നു? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെക്കുറിച്ച്, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ഭൂമികയിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളത്തിന്റെ മണ്ണിൽ അത്ഭുതങ്ങൾ തീർത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഈ മൊയ്ത് മൗലവി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ സ്വതന്ത്ര പോരാട്ടങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ ഈ മൊയ്ത് മൗലവിയുടെ അത്ഭുതകരമായ രംഗമുണ്ട്. ഒരു പള്ളിയിൽ, മലബാറിലെ ഒരു പള്ളിയിൽ മൊയ്ത് മൗലവി സ്വതന്ത്ര സമരത്തിലേക്ക് മുസ്ലിങ്ങൾ രംഗത്തിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രസംഗിച്ച് നടക്കുന്ന കാലമാണ്. അദ്ദേഹം ഒരു പള്ളിയിലെത്തി വെള്ളിയാഴ്ച ജുമഅ നമസ്കാരം നടത്തി. അവിടുത്തെ ഖത്തീബ് ആ ജുമയ്ക്ക് ശേഷം മൗലവി എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു, സ്വതന്ത്ര പോരാട്ടങ്ങളിൽ മുസ്ലിം സമൂഹം ഗാന്ധിജിയുടെ നെഹ്റുവിൻ്റെയും കൂടെ ഉണ്ടാകണം. അപ്പോൾ ആ മുസ്ലിയാർ പറഞ്ഞു, ഗാന്ധിജിയുടെ നെഹ്റുവിനെ പോലത്തെ കാഫിര്യങ്ങളുടെ പേര് പള്ളിൻ്റെ അകത്ത് പറയാൻ പാടില്ല, പള്ളിൻ്റെ അകത്ത് പറയാൻ അനുവദിക്കില്ല. അപ്പോൾ മൊയ്ത് മൗലവിന് മറുപടി പറഞ്ഞില്ല. അയാളോട് എന്ത് മറുപടി പറയാനാണ്? മൊയ്ത് മൗലവി മഗ്രിബ് വരെ ആ പള്ളിയിലിരുന്നു. മഗ്രിബ് നമസ്കാരത്തിന് മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്നു. സൂറത്തുൽ ലഹബ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് ഖുർആനിക വചനം മുസ്ലിയാർ പാരായണം ചെയ്ത് ഖുർആൻ ഓതുന്നു, നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നു. നമസ്കാരം കഴിഞ്ഞ് മൊയ്ത് മൗലവി എഴുന്നേറ്റു. പള്ളിൻ്റെ അകത്ത് കാഫിറുകളുടെ പേര് പറയാൻ പറ്റുമോ? മുസ്ലിയാർ പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, അപ്പൊ നിങ്ങൾ ഓതിയ ആയത്തേതാ, അതൊന്ന് ഓതാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ അബൂ ലഹബ് എന്ന കൊടിയ കാഫിറിന്റെ പേര്
വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു കൊടിയ കാഫിറിന്റെ പേര് പവിത്രമായ പള്ളി മിഹ്റാബിൽ നിങ്ങൾ ഓതുമെങ്കിൽ ഈ പള്ളിയുടെ മുറ്റത്ത് ഗാന്ധിജിയുടെ നെഹ്റുവിന്റെയും പേര് പറഞ്ഞ് ഞാൻ ഈ സമുദായത്തിന് വേണ്ടി സംസാരിക്കുമെന്ന് മുസ്ലിയാക്കന്മാരുടെ മുന്നിൽ തിട്ടൂരമിറക്കിയ, ഈ രാജ്യത്ത് സ്വതന്ത്ര പോരാട്ടങ്ങൾക്കെതിരെ സമരം ചെയ്യുമെന്ന് തിട്ടൂരമിറക്കിയ മുസ്ലിയാക്കന്മാരുടെ മൂക്കിന്റെ നേരെ വിരൽ ചൂണ്ടി സ്വതന്ത്ര പോരാട്ടങ്ങളിലേക്ക് ഈ സമുദായത്തെ കൈപിടിച്ചുയർത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ചരിത്രങ്ങളെ ആർക്കാണ് വിസ്മരിക്കാനാവുക? അതിനെ ആർക്കാണ് മറന്നു കളയാനാവുക? എവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ നാടിനോട് ഒരു നന്മയും ചെയ്യാത്തതാണ് എന്ന് ഇവർക്ക് പറയാനാവുക? ഇന്ത്യയിലെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുജാഹിദ് പ്രസ്ഥാനത്തെ മറക്കാനാവുമോ? വളരെ ചെറിയ പ്രായത്തിൽ 35-ാമത്തെ വയസ്സിൽ KPCCയുടെ പ്രസിഡന്റ് പദവിയിൽ ഒരു മുസ്ലിം കയറിയിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചരിത്രമുണ്ടെങ്കിൽ ആ ചരിത്രത്തിന്റെ പേരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിരിച്ചുവിടാൻ, സർവേന്ത്യ മുസ്ലിം ലീഗിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ച് ലിയാഖത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള ഉത്തരേന്ത്യയിലെ സവർണ തമ്പുരാക്കന്മാരായ മുസ്ലിം നേതൃത്വം അതിനെ പിരിച്ചുവിടണമെന്ന് പ്രഖ്യാപിച്ച കാലത്താണ് അരീക്കോട്ട് നിന്ന് NV അബ്ദുസ്സലാം മൗലവി കായിദമില്ലത്തിന്റെ കൂടെ വളരെ ശക്തമായ ശബ്ദമുയർത്തി മറുപടികളുമായി ഇന്ത്യയുടെ തെരുവുകളിൽ നടന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രൂപീകരിക്കപ്പെടുന്നത്. എവിടെയാണ് ഈ നവോത്ഥാന ചരിത്രങ്ങളെ മാറ്റിവെക്കാനാവുക? ആർക്കാണ് വിസ്മരിക്കാനാവുക? അതുകൊണ്ട് നവോത്ഥാനം എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൈകളിൽ വളർന്നു വന്ന, മുജാഹിദ് പ്രസ്ഥാനം വിത്തിട്ട, മുജാഹിദ് പ്രസ്ഥാനം വളമിറക്കിയ, മുജാഹിദ് പ്രസ്ഥാനം പടുത്തുയർത്തിയ മൺമരങ്ങളുടെ തണലിലാണ് ഈ സമുദായം തണലുകൊള്ളുന്നതും, ഈ സമുദായം വെള്ളം കുടിക്കുന്നതും, ഈ സമുദായം ഉറങ്ങുന്നതും, ഈ സമുദായം ഭക്ഷണം കഴിക്കുന്നതും എന്ന വസ്തുതയെ ഈ നാടിനോട് പറയാനാണ് നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ക്യാമ്പയിനുമായി മുജാഹിദ് പ്രസ്ഥാനം രംഗത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിന്റെ പ്രമേയങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ഈ ചരിത്ര വസ്തുതകളെ മനസ്സിലാക്കി ധാർമ്മികതയോടെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ മുന്നോട്ട് പോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.